ക്ഷമിച്ചൊക്കെ നിൽക്കണപ്പോ ഞങ്ങൾ ആരും മനസ്സിലായിട്ടില്ലേ? എന്നാ കേട്ടോ, ഞങ്ങൾ കഥ കഴിക്കുന്നേ ഓട്ടം പറ്റുത്തുമ്മി പതിക്ക് എങ്ങൾ കുടുംബം നശിപ്പോളം എതിർക്കുന്നാങ്കൾ. നിങ്ങളെ ഈ രാജ്യം നശിപ്പിക്കില്ല. ഞങ്ങൾക്ക് ആയുധമല്ലാന്ന് കരുതിയോളെ, അതൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ ഈ പത്താളങ്ങോട്ട് നിന്നാൽ കുടുംബം നശിപ്പോളം എതിർക്കുന്ന കുടുംബത്തിന്റെ അടിവരുമെന്ന് ഞങ്ങൾ വിട്ടെടുക്കാൻ കുഞ്ഞാമിനെത്താം എന്ന് പറഞ്ഞപ്പോ യഹൂദൻ വന്നു. ഒരൊച്ച അവിടെ നിൽക്കുന്ന സൈന്യാധിപൻ ഇങ്ങനെ നിൽക്കുകയായിരുന്നു. യഹൂദൻ അപ്രതീക്ഷിതമായ ഒച്ച അലിയുള്ളവർക്ക് ഒച്ച യഹൂദൻ തന്നെ പറയാണ്. ഇതൊരു സാമ്പിള് മാത്രമാണ്. ഇതൊരു സാമ്പിളാ. ഞാൻ ഒച്ചയിട്ടാൽ എന്ത് സംഭവിക്കുമെന്നോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യഹൂദൻ കൊണ്ട് വന്നു. എന്നിട്ട് മുമ്പിൽ നിന്നിട്ട് എന്താണോ നിങ്ങൾ കരുതിയത്? യൂസുഫ് നബിക്ക് ചിരിയും വരുന്നുണ്ട്, അത്ഭുതം വരുന്നു. വലിയ പട്ടാളത്തിനോട് വന്നിട്ടാണ് അവിടെ ചേട്ടന്മാര് കെട്ടാന്റെ കാട്ടിൽ പോയിട്ട് ചെന്നായകളോടും അവിടുത്തെ കൊള്ളക്കാരോടും പറയുന്ന ചെറിയ വർത്തമാനം വന്നിട്ട് പറയുന്നു. പക്ഷെ അത് മോശമല്ല എന്നും യൂസുഫ് നബിക്ക് അറിയാം. എന്നിട്ട് പറഞ്ഞു, ഞാനൊരു ഒച്ച കൊണ്ടിട്ടാൽ